ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൗദി അറേബ്യയിലെ SGOC സ്നേഹദീപം കോൺഗ്രിഗേഷൻ്റെ ആരാധന സമൂഹമേ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ 110ാം ഓർമ്മ പെരുന്നാൾ കേരളം മുഴുവൻ, മലങ്കര സഭ മുഴുവൻ എന്ന് വേണ്ട, ലോകമെമ്പാടും സന്തോഷപൂർവ്വം ഭക്ത്യാദരവുകളോടെ ആത്മീയമായി ആഘോഷിക്കപ്പെടുന്ന മുഹൂർത്തങ്ങളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. പരിമലയിൽ പെരുന്നാൾ സന്ധ്യാനമസ്കാരവും ആശീർവാദവും പ്രദക്ഷിണവും കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഒരു വിശുദ്ധൻ, ഒരു ത്യാഗി, ഒരു താപസൻ, ഒരു തപോധനൻ തൻ്റെ ഒരു ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എന്നുള്ളതിൽ നിന്നും ലോകത്തിന് മുഴുവൻ ഒഴുകുന്ന പരിമളമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗണിതശാസ്ത്രപരമായി എന്ന് പറയുകയാണെങ്കിൽ 54 വർഷം ഈ ലോകത്ത് ശരീരത്തിൽ ജീവിച്ചുവെങ്കിൽ അതിൻ്റെ ഇരട്ടിക്കാലം, 110 വർഷങ്ങൾ ആ പിതാവ് തൻ്റെ ആത്മീയ നഭോമണ്ഡലത്തിൽ ശതകോടി ജനങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവസന്നിധിയിലെ നല്ല വിശ്വസ്തനായ മധ്യസ്ഥനായി, തൻ്റെ ജനങ്ങളെ മേയിച്ചു ഭരിക്കുന്ന ഉത്തമ ഇടയനായി, പ്രാർത്ഥനയുടെ മകുടമായി ജീവിക്കുന്നു എന്നുള്ളത് നമ്മെ എല്ലാം ചിന്തിപ്പിക്കുകയും ഒപ്പം ദൈവസന്നിധിയിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ചെയ്യാൻ കരുത്തുള്ള ഒരു സന്ദേശമാണ്, സംഭവമാണ് എന്നാണ് ആദ്യമായിട്ട് ഓർക്കുവാനുള്ളത്. ബലഹീനനായ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ പരിമല സെമിനാരിയിൽ, പ്രത്യേകിച്ചും ഈ മുറി അനേക പിതാക്കന്മാർ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ഒരു മുറിയാണ്. ഈ മുറിയിൽ താമസിക്കുവാൻ, ഇവിടെ താമസിച്ചുകൊണ്ട് യാമപ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ, കബറിടത്തിൽ പ്രാർത്ഥിക്കുവാൻ, ഇവിടെ വരുന്ന വിശ്വാസികളെ കൺകുളിർക്ക് കാണുവാൻ ഒക്കെയും ഈ 4-5 ദിവസങ്ങളിൽ ഇടയായി എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഗുണഗണങ്ങളെ, അഥവാ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ സന്ദേശത്തെ നാം പ്രത്യേകിച്ചും ഓർക്കേണ്ടതുണ്ട്. അതിനെ നമ്മുടെ ജീവിതത്തിലും അനുഭവേദ്യമാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ ഭഗവത്ഗീതയിൽ സന്യാസത്തെക്കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. അത് വേദപുസ്തക വാക്യങ്ങൾ ഓർമ്മ വരാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ ഒരു വാക്യം സന്യാസത്തെ പ്രത്യേകമായി നിർവചിക്കുന്ന ഒരു വാക്യമാണ് എന്നുള്ളത് കൊണ്ട് ഓർക്കുന്നു എന്നുള്ളതാണ്. അവിടെ എന്താണ് സന്യാസം എന്നുള്ളതിനെ നൽകുന്ന ഒരു നിർവചനം, കാമ്യാണാം കർമാണാം ന്യാസം സന്യാസം ഇതി പ്രോക്തയതു എന്നാണ്. കാമ്യങ്ങളായ കർമ്മങ്ങളെ നശിക്കുന്നവനാണ് സന്യാസി എന്ന് അറിയപ്പെടുന്നത്. സമ്യക്കായ ന്യാസം
സമ്യക്കായ ത്യജനം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അതിഭൗതികമായ യാഥാർത്ഥ്യങ്ങളുടെ നിത്യമായ നിലനിൽപ്പിന് വേണ്ടി ലൗകികമായ കാര്യങ്ങളെ, ലൗകികമായ താൽക്കാലിക നൈമിഷിക സുഖങ്ങളെ പരിത്യജിക്കുക എന്നാണ് സന്യാസം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പിതാവ് തൻ്റെ ജീവിതത്തിൽ അത് വളരെ ക്രമീകൃതമായി ചെയ്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 54 വർഷങ്ങൾ, അതിൽ പകുതിയിലേറെ കാലം മലങ്കര സഭയുടെ ഇടയത്വ ശുശ്രൂഷയിൽ നിലനിൽക്കുക. കൃത്യമായി പറഞ്ഞാൽ 18 വയസ്സ് തികയുന്നതിന് മുൻപ് അദ്ദേഹം ഒരു വൈദികനായി. 21-ാം വയസ്സിൽ തന്നെ അദ്ദേഹം വൈദികരെ പഠിപ്പിക്കുവാനുള്ള ചുമതലയോടുകൂടി മൽപ്പാൻ കോറപ്പിസ്കോപ്പായി അവരോധിക്കപ്പെട്ടു. ബാല്യകാല ചരിത്രം നോക്കുമ്പോൾ 7-ാം വയസ്സിൽ അദ്ദേഹം ശമാശനായി എന്ന് നാം വായിക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? വളരെ ബാല്യത്തിൽ തന്നെ ദൈവവചനം പഠിച്ച ഒരു പിതാവ്. 7-ാം വയസ്സിൽ അദ്ദേഹം ശംശോനോ പട്ടത്തിലേക്ക് എത്തുവാനുള്ള പ്രധാന കാരണം, അന്ന് ശമാശനാകണമെങ്കിൽ ആദ്യത്തെ ഒരു കണ്ടീഷൻ 150 സങ്കീർത്തനങ്ങളും സുറിയാനി ഭാഷയിൽ ഉരുവിടുവാൻ, കാണാതെ ഉരുവിടുവാൻ അറിയുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചത്? അന്നത്തെ വിദ്യാഭ്യാസം വേദാധിഷ്ഠിതമായിരുന്നു. നാം വിശ്വസിക്കുന്ന വേദധർമ്മത്തെ ബാല്യത്തിൽ തന്നെ സ്വായത്തമാക്കുക, അങ്ങനെ വേദ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് മാത്രം മറ്റ് എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുക, അതായിരുന്നു ആ കാലഘട്ടത്തെ വിദ്യാഭ്യാസ ഗുരുകുല സമ്പ്രദായ രീതി. ഈ പിതാവ് വേദ വെളിച്ചത്തിൽ ജീവിച്ച വ്യക്തിയാണ്. ആ വെളിച്ചത്തെ സമൂഹത്തിന് അതത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയോടുകൂടി പകർന്നു കൊടുക്കുവാനും ആ വെളിച്ചത്തിൻ്റെ മുൻപിൽ മൗനമായി സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതിനും എപ്പോഴും ഈ പിതാവ് മനസ്സ് കാണിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രഗത്ഭനായ മൽപ്പാനായി മുളന്തുരുത്തി പള്ളിയുടെ വികാരിയും ഒക്കെയായി കഴിയുന്ന കാലഘട്ടത്തിലാണ് തൻ്റെ ആദ്യകാല ഗുരുക്കന്മാരായ പിതൃസഹോദരൻ, പിന്നീട് യുയാക്കിം മാർ കൂറിലോസ് എന്ന സുറിയാനി മെത്രാപ്പോലീത്ത, ഇവരിൽ നിന്നൊക്കെയും ആർജിച്ച് എടുത്തതായ കാര്യങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത പുലിക്കോട്ടിൽ യൗസഫ് മാർ ഡിവനാസിയോസ് രണ്ടാമൻ തിരുമേനി, വലിയ തിരുമേനി എന്ന് വിളിക്കപ്പെടുന്ന അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത ഈ കോറപ്പിസ്കോപ്പ അച്ഛനെ കണ്ടുമുട്ടുന്നത്. അവിടെ മുതൽ ഒരു ആത്മീയ സൗഹൃദ സാഹോദര്യ ഗുരുശിഷ്യ ബന്ധം ആരംഭിക്കുകയാണ്. വലിയ തിരുമേനി കോറപ്പിസ്കോപ്പ അച്ഛനോട് പറഞ്ഞു, അച്ഛനെ നമുക്ക് ആവശ്യമുണ്ട്. അച്ഛനൊരു പള്ളി വികാരി മാത്രമായി ഇരുന്നാൽ പോരാ, ഭാരതീയവും പൗരസ്ത്യവുമായ സന്യാസ പ്രസ്ഥാനത്തിലേക്ക്. കാരണം തിരുമേനി കോറപ്പിസ്കോപ്പായപ്പോൾ, വൈദികനായപ്പോൾ തന്നെ അവിവാഹിത വൈദികനായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ പൂർണ്ണ സന്യാസത്തിലേക്ക്, റംബത്വത്തിലേക്ക്, റംബാൻ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മിൽ, നമ്മുടെ ശ്രേഷ്ഠൻ, നമ്മിൽ വലിയവൻ എന്നൊക്കെയാണ്. എന്നാൽ അത് സന്യാസത്തിൻ്റെ ഉത്തുംഗമായ അവസ്ഥയെ വിശേഷിപ്പിക്കുന്ന പദമാണ്.
അപ്പോൾ അദ്ദേഹത്തെ റമ്പത്വത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് റംബാൻ സ്ഥാനം നൽകുകയും മുളന്തുരുത്തിയിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് വെട്ടിക്കൽ ദയറ സ്ഥാപിച്ച് അവിടെ വൈദിക അഭ്യസന പദ്ധതിയും സന്യാസ പ്രസ്ഥാനവും ആശ്രമമായിട്ട് ആരംഭിക്കുകയും അതിൻ്റെ അധ്യക്ഷനായി അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. നിഷ്ഠയാർന്ന ജീവിതം, ജീവിതത്തിൻ്റെ എളിമ, ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം, വളരെ കൃത്യനിഷ്ഠയോടുകൂടി യാമപ്രാർത്ഥനകളും നോമ്പും നമസ്കാരവും കുമ്പിടലും ഉപവാസവും ത്യാഗോജ്ജലമായ ജീവിതവും നയിച്ചുകൊണ്ട് നൂറുകണക്കിന് യുവാക്കളെ ദൈവത്വത്തിലേക്ക് തിരിച്ച നല്ല പൗരോഹിത്യ ഗണത്തെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം അവരെ അഭ്യസിപ്പിച്ച ഒരു പിതാവ്. പിന്നീട് അദ്ദേഹത്തെ വെട്ടിക്കൽ ദയറായിൽ നിന്ന് പുലിക്കോട്ടിൽ മെത്രാച്ചൻ പഴയ പരുമല സെമിനാരിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. കാരണം പരുമലയിൽ സഭയ്ക്ക് സ്ഥലം ലഭിച്ചപ്പോൾ ഇവിടുത്തെ ശ്രേഷ്ഠ പിതാക്കന്മാർ സഭയ്ക്ക് സ്ഥലം നൽകിയപ്പോൾ ഈ റംബാച്ചനെ ഇങ്ങോട്ട് മാറ്റുകയും ഇവിടെ വൈദിക അഭ്യസനം തുടരുകയും ചെയ്യും. ഇതിനിടയിലാണ് പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവ മലങ്കര സന്ദർശിക്കുന്നത്. പുലിക്കോട്ടിൽ തിരുമേനി പരുമല അന്ന് ചാത്തുരത്തിൽ റംബാച്ചൻ എന്ന് അറിയപ്പെടുന്ന ഗീവർഗീസ് റംബാച്ചനെ തൃതീയൻ ബാവായുടെ പത്രോസ് തൃതീയൻ ബാവായുടെ സെക്രട്ടറി ആയിട്ട് ചുമതലപ്പെടുത്തുന്നു. വളരെ വിശ്വസ്തയോടുകൂടി ഈ കർമ്മങ്ങൾ ചെയ്യുകയും ആ സന്ദർശനത്തിൽ തന്നെ ഈ യുവ സന്യാസ മൽപ്പാൻ വൈദികന്റെ ശ്രേഷ്ഠമായ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞ പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. കേവലം 28ാമത് വയസ്സ്. മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട ആ പിതാവ് തുടർന്നുള്ള ഏകദേശം 25-ലധികം വർഷം കർമ്മോത്സുകനായിട്ട് തൻ്റെ ത്യാഗോജ്വലമായ സന്യാസ ജീവിതത്തിന് യാതൊരു തരത്തിലും വ്യത്യാസഭംഗം വരാതെ തന്നെ മലങ്കരയിൽ ഉടനീളം, മലങ്കരയ്ക്ക് പുറത്ത് ഉളമ്പിൽ വരെ പോയി റെനിവിലാത്തി തിമോത്തിയോസിനെ വാഴിക്കുക, യെരുസലേം സന്ദർശനം നടത്തുക, എവിടെയൊക്കെ മലങ്കര സഭയുടെ വക്താവായി തീരണമോ, എവിടെയൊക്കെ മലങ്കര സഭയുടെ തനിമയ്ക്ക് വേണ്ടി ആത്മീയ പോരാട്ടം നടത്തണമോ അതൊക്കെയും നിർവഹിച്ചുകൊണ്ട് സ്തുത്യർഹമായ ഒരു ഭരണ ജീവിത സംവിധാനം മലങ്കരയിൽ ക്രമപ്പെടുത്തി എന്നുള്ളതാണ്. വലിയ മെത്രാപ്പോലീത്തായുടെ വിശ്വസ്തനായ സന്തത സഹചാരിയായിട്ട് വലിയ മെത്രാപ്പോലീത്ത മനസ്സിൽ കാണുന്നതൊക്കെയും അതിന് പദ്ധതികൾ തയ്യാറാക്കി അതിലുപരിയായിട്ടുള്ള ദൃഢതരമായ വിശ്വാസത്തിലൂന്നിക്കൊണ്ട് സകലതും പ്രാവർത്തികമാക്കിയ തൊട്ടതെല്ലാം ആത്മീയ ചൈതന്യമുള്ള പൊന്നാക്കി തീർത്ത ഒരു പിതാവ്. ജീവിതം അതിൽ തന്നെ അവസാനിക്കുന്നില്ല. അമരത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഭൗതികതയുടെ ഭാഗമല്ല, ആത്മീയതയുടെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കിയ ആ പിതാവ് യഥാർത്ഥ ഉപാസകനായി തീർന്നു. മരണത്തിനപ്പുറത്ത് നിത്യതയുണ്ട് എന്ന വലിയ തത്വം അദ്ദേഹം കണ്ടെത്തി. 54-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് ശാരീരികമായി
യാത്ര പറഞ്ഞു. എന്നാൽ യാത്ര പറയുന്നതിന് മുൻപ് തന്നെ ആത്മീയമായ പ്രകാശ ഗോപുരമായിട്ട് വലിയ മെത്രാപ്പോലീത്തായും മറ്റു പിതാക്കന്മാരും വന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാം ജീവിക്കുന്ന ഒരു പരിശുദ്ധന്റെ നിര്യാണത്തെയാണ്, ഒരു രൂപാന്തരത്തെയാണ് പരിമല തിരുമേനിയുടെ നിര്യാണത്തിൽ ദർശിച്ചത് എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. തൊട്ടടുത്ത വർഷം തന്നെ ഈ പിതാവിൻ്റെ നാമധേയത്തിൽ പുലിക്കോട്ട് മെത്രാച്ചൻ കുന്നംകുളത്ത് ഒരു കുരിശുപള്ളി സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ നാം ഓർക്കണം, എത്ര ശക്തമായിട്ടുള്ള ഒരു ധീരമായൊരു നടപടിയാണ് അത്. കാരണം ആ പിതാവിനറിയാമായിരുന്നു ഈ കൊച്ചു തിരുമേനി അത്ര വിശുദ്ധമായ ജീവിതം നയിച്ച് സ്വർഗീയനായി തീർന്ന കർത്താവിനോട് ഒപ്പം വസിക്കുന്ന പുണ്യവ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലായി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ജീവിതം അത് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്, എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ധന്യമായ ഒരു ജീവിതം നയിക്കുകയും അതിൽ നിന്ന് പരിമളം പരത്തിക്കൊണ്ട് അനേകർക്ക് ഇന്നും വെളിച്ചം നൽകുന്ന ഒരു പിതാവായിട്ട് വിശുദ്ധ വചനത്തിൽ നാം വായിക്കുന്നു, നീതിമാന്റെ ഓർമ്മ വാഴ്വിനാകും. ഈ നീതിമാന്റെ ഓർമ്മ മലങ്കരയിൽ ഉടനീളം വാഴ്വിൻ്റെ പ്രതീകമായിട്ട് ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ആ വിധത്തിൽ പ്രകാശ ഗോപുരമായി തീർന്ന, പ്രാർത്ഥനാ ഗോപുരമായി തീർന്ന ഒരു പിതാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. ന്യായമായ ദുഃഖങ്ങളുടെ മധ്യത്തിൽ ആര് വിളിക്കുമ്പോഴും അവരുടെ മുന്നിൽ സഹായത്തിൻ്റെ മധ്യസ്ഥതയുടെ കരങ്ങളുമായി ഈ പിതാവിന് കടന്നെത്തുവാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ കബറിടത്തിൽ നിൽക്കുമ്പോൾ അവിടെ കാണുന്നത് യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയുടെ മാത്രം വിശ്വാസികളെ അല്ല എന്ന് മാത്രവുമല്ല, ഓർത്തഡോക്സ് സഭാ വിശ്വാസികളുടെ 10 മടങ്ങ് മറ്റ് സഭകളിൽ നിന്നുള്ളവർ, മറ്റ് മതങ്ങളിൽ നിന്നുള്ളവർ എല്ലാവരെയും കാണുവാനായിട്ട് കഴിയുന്നു. അത്ര ശക്തമായ ചൈതന്യം പകർന്നു കൊടുക്കുന്ന ഒരു പിതാവ്. അപ്പോൾ മതങ്ങളുടെയോ സഭകളുടെയോ അതിരുകൾക്കും വരമ്പുകൾക്കും അകത്ത് നിൽക്കാതെ പ്രപഞ്ചത്തിനു വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഈ പിതാവിനെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ജിദ്ദയിലെ നമ്മുടെ സമൂഹത്തോട് ഈ പെരുന്നാൾ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്, നാം എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതല്ല, നാം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. നാം എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, നാം എങ്ങനെയാണ് ജീവിക്കുന്നത്, ജീവിതം കൊണ്ട് നാം ദൈവസന്നിധിയിൽ എന്ത് നേടുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഈ വിശുദ്ധൻ ഈ ലോകത്തോട് യാത്ര പറയുന്നത് 1902 നവംബർ മാസം 2-ാം തീയതി ഞായറാഴ്ചയാണ്. ഉദശിത്വ പെരുന്നാളാണത്, ശുദ്ധീകരണത്തിൻ്റെ പെരുന്നാളാണ്, വർഷത്തിൻ്റെ ആരംഭ ദിവസമാണ്. ഈ വർഷവും നവംബർ മാസം 4-ാം തീയതി ഉദശിത്വ പെരുന്നാൾ നാം ആഘോഷിക്കുകയാണ്. ഒരു വിശുദ്ധ ജീവിതം പുതിയ ആരാധനാ വർഷത്തിൽ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ ആരംഭിക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുവാൻ ഈ അവസരം നമുക്ക് എല്ലാം വിനിയോഗിക്കുവാൻ ഇടയാകും. പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അപേക്ഷിക്കുക മാത്രമല്ല, അഹങ്കാരത്തോടെയല്ല, മറിച്ച് താഴ്മയോടുകൂടി ദൈവമേ ഈ പരിശുദ്ധനെ പോലെ ധന്യമായ ത്യാഗോജ്വലമായ ഒരു ജീവിതം അവിടുത്തെ മുന്നിൽ കാഴ്ചവെക്കുവാൻ ബലഹീനരായ ഞങ്ങളെയും സഹായിക്കണമേ എന്ന്
പ്രാർത്ഥിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ജിദ്ദയിലെ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശ്ലാഘിക്കുന്നു. മരുഭൂമിയിൽ നിന്നുള്ള നീരുറവയായി തീരുവാൻ, സ്നേഹത്തിൻ്റെ തുവൽ സ്പർശമായി തീരുവാൻ, അനേകർക്ക് സ്വാന്തനം നൽകുവാൻ, അനേകർക്ക് വേണ്ടി മരുഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ, നല്ല മാതൃകയുള്ളവരായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിശുദ്ധൻ്റെ പെരുന്നാളിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഗ്രിഗോറിയൻ TV ഇന്ന് ലോകമെമ്പാടും എത്തിക്കുന്നുണ്ട്. ഗ്രിഗോറിയൻ TV, ഓർത്തഡോക്സ് TV, മലങ്കര ഓർത്തഡോക്സ് TV എന്ന വെബ്സൈറ്റ്, ഇങ്ങനെ അനേകം, പ്രത്യേകിച്ച് ഈ 2-3 മാധ്യമങ്ങൾ, ഇൻ്റർനെറ്റിലൂടെയും ഓർത്തഡോക്സ് TV അമേരിക്കയിലും ഒക്കെ യൂറോപ്പിലുമൊക്കെ ചാനലുകളിലൂടെയും ഒക്കെ മലങ്കര സഭയുടെ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നമുക്ക് മലങ്കര സഭയുടെ എല്ലായിടത്തും എത്തിച്ചേരുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കുവാൻ ഇടയായതിൽ, അതിനുള്ള താല്പര്യം കാണിച്ചതിലും നിങ്ങളെ അനുമോദിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തകരെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കൂടിവരവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മതസ്വാതന്ത്ര്യം പരിമിതമായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ അറിയുവാനും ചൈതന്യം പ്രാപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ നിങ്ങളെ നാം അഭിനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിച്ച് വഴി നടത്തുമാറാകട്ടെ.